ഇന്ന് ഉത്രാടമായി. ഉത്രാടപ്പാച്ചിലിന്റെ ദിവസം എന്ന് വെച്ചാ നാളെ തിരുവോണമല്ലേ. ഇന്ന് അതിനുവേണ്ടി തിരക്ക് പിടിച്ചു ഓടുന്ന ദിവസമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ എന്റെ ആശങ്ക എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇന്ന് കൂടിയേ പൂക്കളമുള്ളൂ. അത് എത്രയും നന്നായി ഇടണം. മാവേലി വരവേൽക്കാനുള്ള പൂക്കളം ഇന്നലെ 3 ഇന്ന് 5. എല്ലാവരും ഇങ്ങനെയല്ലെങ്കിലും ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അമ്മാമ്മ പറഞ്ഞു തന്നതിൽ ഞങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ്. തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സദ്യക്കുള്ള സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങിത്തുടങ്ങും. നേരത്തെ ഉണ്ടാക്കാവുന്നവ, അതായത് ശർക്കര വരട്ടി, കായ വറുത്തതെല്ലാം ഇന്ന് തന്നെ ഒരുങ്ങും. കഴിഞ്ഞ ദിവസം നമ്മൾ പിണക്കി വിട്ട് ഒരുത്തനില്ലേ, അവൻ വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. മാനം മൂടി ഇരുട്ടു വന്നു തുടങ്ങി. അത്തവും കറുത്തു, ഇനി ഓണവും കറക്കുവോ? സംശയമില്ല, അവൻ എത്തി. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. കുടയെല്ലാം വെച്ച് ആ മഴ ആസ്വദിച്ച് തന്നെ ഞാൻ പൂക്കളം ഇട്ടു. ഇന്നത്തേത് ഏറ്റവും വലിയ പൂക്കളമാവണം. തുടങ്ങിയതൊന്നും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാറില്ല. പിന്നെ അങ്ങ് നടന്നത് ഞാനും മഴയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. കുടയുടെ ഇടയിലൂടെ നൂണ്ടു കയറിയൊക്കെയായിരുന്നു ഞാൻ പൂവിട്ടത്. ആദ്യത്തെ പൂക്കളം അവസാനിപ്പിച്ച് അടുത്തതിലേക്ക് കടന്നപ്പോൾ ഒരു ജാതു രൂപത്തിലായിരുന്നു എന്റെ പൂക്കളമിടൽ. മഴേ, നീ പോകുവോ അതോ ഞാൻ ഓടിച്ചു വിടണോ? ഒടുക്കം പടിക്കപ്പുറം 5ാമത്തെ പൂക്കളമിട്ട് മഴയെ ഞാൻ ഓടിക്കുകയും ചെയ്തു, മാവേലിയെ ഞാൻ വരവേൽക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷത്തിൽ ഞാൻ നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആന്റി ദേ ഈ റോസാപ്പൂ കൊണ്ടുവന്ന് പൂക്കളത്തിന്റെ നടുക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? അങ്ങനെ പടിക്ക് മുതൽ വീടിന്റെ മുറ്റം വരെ പൂക്കളമിട്ട് മാവേലിയെ കാത്ത് ഞാനിരുന്നു.